ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു താമര എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സ് ആവാന്നേ. അപ്പോൾ നമ്മളിന്ന് താമരയാണ് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ എല്ല് പൊടിയും അത് കണക്ക് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു മിക്സറാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിക്ക് ഞാൻ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി താമര നട്ടിരുന്ന മണ്ണാണ്. അത് ഞാൻ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് നടാം എന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ടിട്ടിരുന്നു. ഇതിപ്പോൾ വെയിലടിച്ച് ഫുൾ ഉണങ്ങി പാറക്കല്ലിനേക്കാളും കഷ്ടമായി, ഭയങ്കര കട്ടി. നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അതേപോലെ മുറിഞ്ഞു വരുന്ന രീതിയിലായി. ഭയങ്കര കട്ടി ആയതുകൊണ്ട് പിന്നെ ഞാനത് കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തോട്ടൊക്കെ ഇട്ട് ഒന്ന് കുതിർത്തെടുക്കാമെന്നൊക്കെ വിചാരിച്ച്. അല്ലാതെ ഇത് സെറ്റാവുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് മണ്ണ് വീണ്ടും റീയൂസ് ചെയ്യുന്നത്. ഞാനെപ്പോഴും പുതിയതായിട്ടുള്ളതാണ് എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇതെന്തായാലും വല്ലാത്തൊരു പണിയായി. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് കൊണ്ടിടുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടുന്ന് മാറ്റാതെ വേറെ വഴിയില്ല. അങ്ങനെ എന്തായാലും അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, ഫുൾ എടുത്തിട്ടില്ല. എന്തായാലും വെള്ളം ഒഴിച്ച് ഇതിപ്പം പായസം കണക്കായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനിയിപ്പം ഇട്ടാലും അത് വീണ്ടും ഇങ്ങനെ വെള്ളം കൂടി വരുന്നതൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. എന്തായാലും മണ്ണൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്നപ്പോൾ ഉണ്ടാകാതെ നമ്മുടെ വീട്ടിൽ രണ്ടല്ല മൂന്ന് അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഡെയിലി വരാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നില്ല. അപ്പം മയിൽപ്പീലിയൊന്നുമില്ല, ഒരാൾക്ക് മാത്രം ഒന്നോ രണ്ടോ ഉണ്ട്. മറ്റേ രണ്ട് പെണ്ണുങ്ങളും ഒരാണുമാണ്. അപ്പം അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന് അവർ പിന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. നമ്മൾ കുറച്ച് അരിയും വെള്ളമൊക്കെ കൊണ്ടുകൊടുത്ത് നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ദൂരോട്ട് അങ്ങ് പോത്തേ ഉള്ളൂ. കാര്യം നമ്മളായിട്ട് പരിചയമില്ലല്ലോ. അവർക്ക് കുറച്ച് അരിയും വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തത് കൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അധികം എടുക്കാൻ നിന്നില്ല കേട്ടോ. കാര്യമില്ലെങ്കിൽ അവരത് കഴിക്കില്ല. നമ്മളോട് പരിചയമില്ലാത്തതുകൊണ്ട് ഓടി അങ്ങ് പോത്തേ ഉള്ളൂ. കൊടുത്ത സാധനം ഇത്തിരിയെങ്കിലും കഴിക്കണമല്ലോ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു മയിൽക്കുട്ടന്മാരുടെ വീഡിയോ. പക്ഷേ ആ ആൺമയിലില്ലേ, അതിൻ്റെ ആ കഴുത്തിൻ്റെ എവിടെയൊക്കെയുള്ള ബ്ലൂ കളർ ഉണ്ടല്ലോ, ശരിക്കും അതിന് അടിപൊളിയാണ്. കാരണം നല്ല രസമുണ്ട് നേരിട്ട്. എൻ്റെ ക്യാമറയിലായത് കാണത്തക്കോണമുള്ള ക്ലാരിറ്റി ഒന്നുമുള്ള ക്യാമറയല്ല, അതുകൊണ്ട് അത്ര ഭംഗി വീഡിയോയിലല്ല. പക്ഷേ നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു. 3 പേരും കൂടെ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ പണികൾക്കൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ പണിക്കൊക്കെ പോവുക. അപ്പോൾ അവരുടെ വഴിയെ പോയിട്ടൊക്കെ ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ താമര നടുന്ന പ്രോസസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. മണ്ണിട്ടു, അതിൽ നിന്ന് കല്ല് പോലത്തുള്ള വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ പറക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ട്യൂബർ കുറച്ചൊന്ന് വെള്ളം നനച്ചിട്ട് അതിനകത്തേക്കൊന്ന് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഞാനങ്ങ് വെച്ച് കൊടുക്കും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കണക്കാട്ടോ ഞാനെപ്പോഴും നട്ടു കൊടുക്കാറ്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും അപ്പോൾ ഓരോ ട്യൂബറൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല താമരപ്പൂക്കളൊക്കെ അങ്ങോട്ട് വിരിയിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വെള്ളം ഒന്ന് നിറച്ചെടുക്കണം. അപ്പോൾ ഓക്കെ, ബായ്.